നമസ്കാരം. മിഡിൽ ഈസ്റ്റ് അവർ ആരംഭിക്കുകയാണ്. ഉടൻ കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങളും ഖാർഗ് ദ്വീപും ആക്രമിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. എന്നാൽ നിരുപാധികം വെടിനിർത്തലില്ലെങ്കിൽ ഈ ഉപാധികൾ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഇറാന്റെ പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും അമേരിക്കയുടെ യുദ്ധനീക്കങ്ങളുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. ബ്രിട്ടനും സ്പെയിനും ഇതേ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. നയതന്ത്ര പ്രശ്നമാണ് പരിഹാരം, അതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നാണ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ചർച്ചയ്ക്കായി പാക് വിദേശകാര്യമന്ത്രി നാളെ ചൈനയിലേക്ക് പുറപ്പെടും. വെനിസ്വേല മാതൃകയിൽ ഇറാന്റെ എണ്ണ സ്വന്തമാക്കുമെന്നും ഖാർഗ് ദ്വീപ് പിടിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം മേഖലയിൽ ആശങ്ക പടർത്തുന്നുണ്ട്. കുവൈറ്റിലെ വൈദ്യുത ജലശുദ്ധീകരണ പ്ലാന്റിന് നേരെ നടന്ന ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് ഇറാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. MCA നാസറുണ്ട് വിശദാംശങ്ങളുമായി. നാസർ, ഇന്നത്തെ ഒരു യുദ്ധ സംഘർഷ മേഖല ഒന്ന് ക്രോഡീകരിച്ചാൽ, നിരവധിയായുള്ള ചർച്ചാ നീക്കങ്ങൾ, മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും തീവ്രമായ ഒരു കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള കോപ്പ് കൂട്ടുകയാണ് അമേരിക്കയും ഇസ്രായേലും. അതിൻ്റെ പ്രത്യാക്രമണം എന്നുള്ള നിലയ്ക്ക് തങ്ങൾ തയ്യാറാണ്, കരയുദ്ധമെങ്കിൽ കരയുദ്ധം, ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇറാൻ. മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ, അത് ആ 5 ഉപാധികളും അംഗീകരിച്ചില്ലെങ്കിൽ, പൂർണ്ണമായും, ഭാഗികമായല്ല, താൽക്കാലികമായല്ല, പൂർണ്ണമായും അംഗീകരിച്ചാൽ സമ്പൂർണ്ണമായ യുദ്ധം ഇല്ലാതാക്കൽ, സമാധാനം തന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ആ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് ഇറാൻ. വിനീഷ, തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വെളുപ്പിനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ പ്രഖ്യാപനം വരുന്നത്. അത് വളരെ പ്രകോപനപരമായിരുന്നു ആ പ്രഖ്യാപനം. അതായത് ഖാർഗ് ദ്വീപ് താൻ പിടിച്ചടക്കും, അതുമാത്രമല്ല ഇറാന്റെ എണ്ണ സ്വന്തമാക്കും എന്നതുൾപ്പെടെ വളരെ ശക്തമായിട്ടുള്ള ചില പ്രതികരണങ്ങൾ നടത്തി. കാർഗിൽ ഇറാന്റെ പ്രതിരോധം എന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമേരിക്കൻ സേനയെ സംബന്ധിച്ചിടത്തോളം അത്ര സങ്കീർണമല്ല, അത് മറികടക്കാൻ തങ്ങൾക്ക് സാധിക്കും എന്നതുൾപ്പെടെ, അതായത് ഇതുവരെ ഉണ്ടായിരുന്ന നയതന്ത്ര ചർച്ചകളുടെ എല്ലാ പ്രസക്തിയെയും ലംഘിച്ചുകൊണ്ടുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള നീക്കത്തിലൂടെയാണ് ഇന്നത്തെ പകൽ ആരംഭിക്കുന്നത്. തുടർന്ന് പല ഘട്ടങ്ങളിലായിട്ട്, ഇപ്പം ഏറ്റവും അവസാനമായിട്ട് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കുന്നത് നയതന്ത്രം തന്നെയാണ് ട്രംപ് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത്. അത്തരം നീക്കങ്ങളിലൂടെ തന്നെ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് മാർക്കോ റൂബിയോ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ മറ്റു ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് ഈ ഒരു കരയുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇനിയും സാധ്യതകൾ ആരായുമെന്നാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന പ്രതികരണം എന്നത് നിരുപാധികമായിട്ടുള്ള ഒരു ചർച്ചയ്ക്കും തങ്ങൾ ഒരുക്കമല്ല. ചില ഉപാധികൾ തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, ആ ഉപാധികൾ അംഗീകരിക്കണം. അതോടൊപ്പം തന്നെ ഇറാൻ ജനതയുടെ താല്പര്യങ്ങളും മാന്യവുമായിട്ടുള്ള ഒരു ചർച്ച, അല്ലെങ്കിൽ അത്തരമൊരു ഒരു വെടിനിർത്തൽ കരാർ വരികയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ മാത്രമേ അതിനെ അംഗീകരിക്കൂ എന്ന കുറെ കൂടി ഉറച്ചൊരു നിലപാടിലേക്ക് ഇറാനും വരികയാണ്. അപ്പോൾ രണ്ട് കൂട്ടർക്കും ഇടയിലുള്ള ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഭിന്നത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ മേഖലയിൽ വലിയ തോതിൽ പടയൊരുക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഏതാണ്ട് ഒരു 4000-ലധികം മറീനുകൾ തന്നെ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് പുറമെയാണ് കൂടുതൽ സൈന്യത്തെ രംഗത്തിറക്കാനുള്ള നീക്കം അമേരിക്ക തിരക്കിട്ട രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ ജോർജ് ബുഷ് എന്ന പുതിയ പടക്കപ്പൽ കൂടി മേഖലയിലേക്ക് വരുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് ശക്തമായിട്ട് തന്നെ തുടരുന്നതിനിടയിൽ തന്നെയാണ് നയതന്ത്ര ചർച്ചകൾ, പാകിസ്ഥാനെ ഇടനിലക്കാരാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. പാകിസ്ഥാൻ ഇറാൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുമായിട്ട് പാക് വിദേശകാര്യമന്ത്രിയും പാക് പ്രധാനമന്ത്രിയും സംസാരിച്ചതായിട്ട് ഇരുവരും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടങ്ങളിലൊക്കെയും ഇറാൻ നൽകിയിരിക്കുന്ന സന്ദേശം ഇതുതന്നെയാണ്. ഉപാധികൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തലിനല്ലാതെ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന 15 ഉപാധികൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിനും അത്തരമൊരു വെടിനിർത്തലിന് തങ്ങൾ ഒരുക്കമല്ല എന്ന കൃത്യമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് ഇറാൻ കൈമാറിയിരിക്കുന്നത്. പക്ഷേ ട്രംപ് ഇന്ന് രാവിലെ വ്യക്തമാക്കിയിരിക്കുന്ന ഈ 15 നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വെച്ചതിൽ ഭൂരിഭാഗവും ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വെടിനിർത്തൽ എന്നത് വളരെ ആസന്നമാണ് എന്നൊരു പ്രതീക്ഷ കൂടി ട്രംപ് നൽകുന്നുണ്ട്. പക്ഷേ പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രതികരണങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്ന് തന്നെ വരുമ്പോൾ ഇതിലൊരു വ്യക്തത രൂപപ്പെടുത്താൻ, അല്ലെങ്കിൽ ഒരു വ്യക്തത വരുത്താൻ മധ്യസ്ഥ രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല. ഇന്നിപ്പോൾ തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിമാരാണ് ഇന്ന് വീണ്ടും ഇസ്ലാമാബാദിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരിക്കുന്നത്. ചൈനയിലേക്ക് നാളെ പാക് വിദേശകാര്യമന്ത്രി പുറപ്പെടുന്നുണ്ട്. അവിടെ ചൈനീസ്
ചൈനീസ് നേതൃത്വവുമായിട്ട് കൂടി ചർച്ച നടത്തും. തുടർന്ന് റഷ്യൻ നേതൃത്വവുമായി ചർച്ച നടത്തി ഈ രണ്ട് രാജ്യങ്ങളെ കൂടി മുന്നോട്ട് കൊണ്ടുവരാനും അങ്ങനെ അവരെ കൂടി മധ്യസ്ഥ പട്ടികയിലേക്ക് ഉൾപ്പെടുത്താനുമുള്ളൊരു നീക്കത്തിലാണ് ഈ 4 മധ്യസ്ഥ രാജ്യങ്ങളും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ മേഖലയിൽ കൂടുതൽ സംഘർഷാത്മകമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇസ്രായേലിൽ നേർക്ക് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ, തിരിച്ചടികൾ തങ്ങൾക്ക് നൽകാൻ സാധിച്ചതായിട്ട് ഇറാൻ സേന അവകാശപ്പെട്ടിട്ടുണ്ട്. അവിടെ പ്രധാനപ്പെട്ട പല കേന്ദ്രങ്ങളും വലിയ തോതിൽ തന്നെ നാശനഷ്ടങ്ങൾ വരുത്താൻ സാധിച്ചു. അതേസമയം കുവൈത്തിലെ എണ്ണ ജലശുദ്ധീകരണ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, അത് ഇസ്രായേൽ ചെയ്തതാണ് എന്ന ഒരു പ്രഖ്യാപനവും ഇറാന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. വിനീഷ, അമേരിക്കയുടെ വിവിധ കപ്പലുകളാണ്, യുദ്ധക്കപ്പലുകളാണ് ഗൾഫ് മേഖലകളിൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു കരയുദ്ധം ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഭീതിതമായിരിക്കുമെന്ന് നമുക്ക് പ്രവചനാതീതമാണ്. അത്രയേറെ നാശനഷ്ടങ്ങളായിരിക്കും കരയുദ്ധത്തിൽ ഏറ്റുമുട്ടുന്ന ഇരുഭാഗത്തിനും ഉണ്ടാകുക. കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. ഒരു വരുന്ന 10 ദിവസക്കാലം, 5 ദിവസം എന്നായിരുന്നു ആദ്യം പറഞ്ഞത്, താൽക്കാലിക നിരോധനം, ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല, ആണവോർജ്ജ കേന്ദ്രങ്ങളും വൈദ്യുത നിലയങ്ങളൊന്നും ആക്രമിക്കില്ല എന്ന് അമേരിക്ക പറയുമ്പോഴും ഇറാന്റെ ഊർജ്ജ കേന്ദ്രത്തിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം അമേരിക്ക അഴിച്ചുവിടുന്നു. അത്രയും ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച അമേരിക്കൻ സൈനികരെ കരയിലേക്ക് ഇറക്കി യുദ്ധം ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇന്നത്തെ ട്രംപിൻ്റെ അന്ത്യശാസനവും അന്നിലയ്ക്കാണ്. ഏപ്രിൽ 6 വരെ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ട്രംപിൻ്റെ അമേരിക്ക തന്നെയാണ് ഇന്ന് ഇറാൻ്റെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത്. അപ്പോൾ ഒരു കരയുദ്ധത്തിനുള്ള സാഹചര്യം ഒരുക്കുക, പടക്കപ്പലിലെത്തിയ സൈനികർക്ക് അവിടെ കരയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണോ ഇന്നത്തെ അന്ത്യശാസനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഉപരീഷ്, അതിൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഈ വിരുദ്ധ പ്രസ്താവനകൾ തുടരുന്നത് കൊണ്ട് ഏതാണ് ഇതിൽ ആളുകൾ സ്വീകരിക്കേണ്ടത്, ഏതാണ് തള്ളേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ലോകം തന്നെ കടന്നു പോകുന്നത്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഇന്നിപ്പോൾ വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് ഏറ്റവും അവസാനമായി നൽകിയിരിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ഹോർമസ് കടലിടുക്കിലെ നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും പിൻവലിക്കണം. എന്നിട്ട് അതല്ലാത്ത സാഹചര്യത്തിൽ കാർഗിലും അതോടൊപ്പം തന്നെ മറ്റ് ഏരിയകളിലേക്കും കാർഗോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും അതുമാത്രമല്ല ഇറാനിൻ്റെ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും താൻ അതിശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. പക്ഷേ അതേസമയം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നയതന്ത്ര തലത്തിലുള്ള പരിഹാരം തന്നെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏത് രീതിയാണ്, ഒരുപക്ഷെ ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുക, കൂടുതൽ പടക്കപ്പലുകളും കൂടുതൽ സൈനികരെയും രംഗത്തിറക്കിക്കൊണ്ട് ഇറാനെ കുറെ കൂടി സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആരായുന്നതിൻ്റെ ഭാഗമായിരിക്കാം ട്രംപിൻ്റെ ഈ സമീപനം എന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതെല്ലാം കൂടുതൽ കടുത്ത ആക്രമണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, കാരണം അത്ര എളുപ്പമുള്ള ഒരു പ്രക്രിയയല്ല ഈ സൈനികമായിട്ടുള്ള കരയാക്രമണം എന്ന് പെൻറ്റഗൺ നേതൃത്വം തന്നെ അമേരിക്കയെ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ നേരത്തെ മുതൽ തന്നെ പുറത്തു വന്നിരുന്നു. കാരണം അത്രയും സങ്കീർണമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ഒരു കരയുദ്ധം നടത്തി ആ കാർഗ് പിടിച്ചടക്കുക, അല്ലെങ്കിൽ അവിടെ സൈനികമായിട്ടുള്ള അധിനിവേശം നിലനിർത്തുക എന്നത് അത്ര എളുപ്പമായിരിക്കില്ല. വലിയ തോതിൽ രക്തം ചിന്തേണ്ട ഒരു സാഹചര്യം വരും. 100 കണക്കിന് അമേരിക്കൻ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് പെൻറ്റഗൺ പോലും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയതായിട്ട് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഈ ഇറാൻ വിരുദ്ധ അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിനെതിരെ രൂപപ്പെട്ടു വരുന്നുണ്ട്. നോ കിങ്സ് എന്ന് പേരിട്ടിരിക്കുന്ന വലിയ പ്രക്ഷോഭം ഇന്നലെ അമേരിക്കൻ നഗരങ്ങളിലൊക്കെ വലിയ ശക്തമായിട്ടുള്ള ജനപങ്കാളിത്തത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ അതോടൊപ്പം തന്നെ നാറ്റോ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ട്രംപിനെ നിരാകരിക്കുന്ന, അമേരിക്കൻ ഭരണകൂടത്തെ നിരാകരിക്കുന്ന ഒരു സമീപനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നിപ്പം ഏറ്റവും അവസാനമായിട്ട് സ്പെയിൻ പറഞ്ഞത് തങ്ങളുടെ വ്യോമാതിർത്തി ഒരു നിലയ്ക്കും ഈ ഒരു ഇറാൻ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരുത്തരെയും അനുവദിക്കുകയില്ല എന്ന് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ഈ യുദ്ധം തങ്ങളുടേതല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെയാണ് അക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി യുദ്ധക്കപ്പൽ അയക്കാൻ ഉൾപ്പെടെ ഉള്ള ഒരു നീക്കവും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല എന്ന് ബ്രിട്ടൻ
വാഷിംഗ്ടൺ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അന്തർദേശീയ തലത്തിൽ സൗഹൃദ രാജ്യങ്ങൾക്കിടയിലൊക്കെയും ഒറ്റപ്പെടുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമാകില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് വെറും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് പദ്ധതി, അതോടുകൂടി ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ്. അല്പം മുമ്പ് ഇസ്രായേൽ റേഡിയോ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൈനിക റേഡിയോ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഏറെക്കുറെ അന്തിമഘട്ടത്തിലാണ് ഇസ്രായേലിൻ്റെ ഈ ഇറാനിലുള്ള ദൗത്യം. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ അവസാനിപ്പിച്ചേക്കുമെന്നൊരു സൂചന ഇസ്രായേൽ നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ സൂചനയും നിലവിൽ മുന്നിലേക്ക് വരുന്നുണ്ട്. ഈസ്റ്ററിന് മുൻപ് ഇറാനിലുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷനുകൾ നിർത്തണമെന്നുള്ള തരത്തിലുള്ള സൂചനകളും പുറത്തേക്ക് വരുമ്പോൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ അംഗീകരിച്ചാൽ മാത്രമേ അമേരിക്കയുമായുള്ള ഒരു സമാധാന കരാറിലേക്ക് ഇറാൻ എത്തൂ എന്നുള്ളൊരു നിലപാട് ഇറാനും വ്യക്തമാക്കുന്നു. കരാറിലേക്ക് എത്തിയില്ലെങ്കിൽ ഊർജ്ജ കേന്ദ്രങ്ങളടക്കം ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കാനുള്ള സകല സംവിധാനവും കരയുദ്ധമടക്കം അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സൈനിക അധിനിവേശവുമായി മുന്നോട്ട് പോകുമെന്ന നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉള്ളത്, അമേരിക്കയുള്ളത്. MC നാസറാണ് വിശദാംശങ്ങൾ ദുബായിൽ നിന്നും പങ്കുവച്ചത്. UAEക്ക് നേരെ ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇന്ന് 27 ഡ്രോണുകളും 11 മിസൈലുകളും സൈന്യം പ്രതിരോധിച്ചു. ഇന്നത്തെ ആക്രമണത്തിൽ ആർക്കും പരുക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇറാൻ മാധ്യമങ്ങൾക്കെതിരെ കടുത്ത നിലപാടുമായി UAE പ്രസിഡന്റിന്റെ അന്താരാഷ്ട്രകാര്യ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ് രംഗത്തെത്തി. അതിനിടെ ദുബായിൽ ബിസിനസ് സംരംഭങ്ങൾക്ക് $1 ബില്യൺ ദിർഹമിന്റെ ഉത്തേജക പാക്കേജും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, ഈ ഉത്തേജക പാക്കേജ് എന്ന് പറയുന്നത് എന്തായാലും ഒരു റിവൈവൽ പാക്കേജ് രാജ്യത്തിന് ആവശ്യമാണ് എന്നുള്ളൊരു ഘട്ടത്തിൽ തന്നെയായിരിക്കാം ബിസിനസ് സംരംഭകരെ ഉൾപ്പെടുത്തി ഇത്തരത്തിലൊരു റിവൈവൽ പാക്കേജ് പ്രഖ്യാപിക്കുന്നത്. ഇന്ന് രാജ്യത്തിന് നേരെ നടന്ന ആക്രമണങ്ങളെക്കുറിച്ച് ഏത് രീതിയിലാണ് പ്രതിരോധ മന്ത്രാലയം നൽകുന്ന കണക്കുകളും? ഇന്നും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. 24 ഡ്രോണുകളും 11 മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇന്നുണ്ടായത്. പക്ഷേ എവിടെയും ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ജീവഹാനിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 11 മരണമാണ് ഇതുവരെ UAEയിൽ ഉണ്ടായത്. അതുപോലെ തന്നെ 178 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാനെതിരെ ശക്തമായൊരു നിലപാട് UAEയുടെ നയതന്ത്ര ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ UAEയുടെ പ്രതിനിധികളും വിവിധ വേദികളിൽ ഉന്നയിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഇറാനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള നിലയിലാണ് പ്രതികരണങ്ങൾ. പ്രത്യേകിച്ച് ഇറാൻ മാധ്യമങ്ങൾക്കെതിരെ ഇന്ന് UAE പ്രസിഡന്റിൻ്റെ അന്താരാഷ്ട്രകാര്യ ഉപദേശകൻ ഡോക്ടർ അൻവർ ഗർഗാഷ് പ്രതികരിച്ചിട്ടുണ്ട്. തികച്ചും ഏകപക്ഷീയമായാണ് ഇറാൻ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത്. പലതിനും അടിസ്ഥാനമില്ല. ഇത്തരത്തിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ പോലും രണ്ടു പക്ഷത്തെയും കാര്യങ്ങൾ വിശദീകരിക്കാനും നിലപാടുകൾ വ്യക്തമാക്കാനുമുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. പക്ഷേ ഇറാൻ മാധ്യമങ്ങൾ തികച്ചും ഏകപക്ഷീയമായ തങ്ങളുടെ വാദങ്ങൾ മാത്രം ശരിയെന്ന് കണക്കാക്കുന്ന തരത്തിലാണ് വാർത്തകളും മറ്റ് പ്രചരണങ്ങളും നടത്തുന്നത് എന്നാണ് അൻവർ ഗർഗാഷ് പ്രതികരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അറബ് ലീഗിൽ UAEയുടെ സഹമന്ത്രിയും നേരത്തെ UAEയുടെ തന്നെ നിലപാട് ആവർത്തിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. അതായത് ഹോർമുസ് കടലിടുക്കിൽ ഇവർ തുടരുന്ന ഏകപക്ഷീയമായ നിയന്ത്രണം അത് ഒരു സാമ്പത്തിക തീവ്രവാദമാണ് എന്നുള്ള നിലയ്ക്കാണ് അറബ് ലീഗിൽ UAEയുടെ സഹമന്ത്രി ഖലീഫ ബിൻ ഷഹീൻ അൽ മറാർ പ്രതികരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ UN അടക്കമുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ രംഗത്ത് വരണമെന്നാണ് അറബ് ലീഗിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു ഏറ്റവും പുതിയ പ്രഖ്യാപനമാണ് ദുബൈയിൽ ഒരു സാമ്പത്തിക പാക്കേജ് ബിസിനസ് സംരംഭങ്ങൾക്ക് പ്രഖ്യാപിച്ചു എന്നുള്ളത്. അത് ദുബൈ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഷെയ്ഖ് ഹംദാനാണ് ഇതിൻ്റെ പ്രഖ്യാപനം നടത്തിയത്. അടുത്ത ഏപ്രിൽ 1 മുതൽ 6 മാസ കാലയളവിനുള്ളിൽ നടപ്പാക്കുന്ന ഒരു പാക്കേജാണിത്. പ്രത്യേകിച്ച് ടൂറിസം, ഹോട്ടൽ മേഖലകൾക്ക് നിരവധി ഇളവുകളും ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ ബിസിനസ്, അതേപോലെ തന്നെ കുടുംബത്തിൻ്റെ ബിസിനസ്, അതേപോലെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഇളവുകൾ നൽകുന്ന ഒരു പാക്കേജാണ്, $1 ബില്യൻ്റെ പാക്കേജാണ് ദുബൈ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിനിഷ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഖത്തറിനു നേരെ ഇന്നും ഇറാന്റെ ആക്രമണങ്ങളെ സായുധ സേന നിർവീര്യമാക്കിയതായി ഖത്തർ പ്രതിരോധ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു.
തുടർച്ചയായ മൂന്നാം ദിവസമാണ് രാജ്യത്തിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. അതിനിടെ US പൗരന്മാർക്ക് ഖത്തറിലെ എംബസി ഇന്നലെ പുറത്തിറക്കിയ അതിജാഗ്രതാ നിർദ്ദേശം പിൻവലിച്ചു. ഇറാനിൽ നിന്നുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഖത്തറിലെ US യൂണിവേഴ്സിറ്റികൾ ഓൺലൈൻ പഠനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈൻ തീരങ്ങളിൽ രാത്രികാലങ്ങളിലെ കടൽ യാത്രകൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി. മത്സ്യബന്ധന ബോട്ടുകൾക്കും വിനോദസഞ്ചാര ബോട്ടുകൾക്കും നിയന്ത്രണം ബാധകമായിരിക്കും. വൈകിട്ട് 6 മുതൽ പുലർച്ചെ 4 മണി വരെയാണ് നിരോധനം. ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനും തീരസംരക്ഷണം ശക്തമാക്കാനുമാണ് നടപടി. മേഖലയിൽ സംഘർഷം ആരംഭിച്ച ശേഷം ഇതുവരെ 629 ഡ്രോണുകളും 2 ക്രൂയിസ് മിസൈലുകളും 307 ബാലിസ്റ്റിക് മിസൈലുകളും നശിപ്പിച്ചതായി കുവൈറ്റ് സായുധ സേന അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 13 ഡ്രോണുകൾ വിജയകരമായി പ്രതിരോധിച്ചതായും അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തുടനീളം 80-ലധികം സുപ്രധാന കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കിയതായും അറിയിച്ചു. അതിനിടെ ഡ്രോണുകൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിന് 3 പേർക്ക് അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ന് പുലർച്ചെ ജലശുദ്ധീകരണ കേന്ദ്രത്തിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ മരിക്കുകയും കെട്ടിടത്തിന് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. പൊതുജനങ്ങൾ കിംവദന്തികൾ ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ സൈനിക ക്യാമ്പ്, വൈദ്യുതി ഉൽപാദന, ജലശുദ്ധീകരണ കേന്ദ്രം എന്നിവ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെ അപലപിച്ച് ഒമാൻ. സുൽത്താനേറ്റ് കുവൈറ്റിനോട് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദേശീയ സുരക്ഷ, പരമാധികാരം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സംരക്ഷിക്കാനുള്ള കുവൈറ്റിന്റെ ശ്രമങ്ങൾക്ക് ഒമാൻ പിന്തുണ അറിയിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. യുദ്ധം ഉടൻ പൂർണ്ണമായി അവസാനിപ്പിക്കാനും സുൽത്താനേറ്റ് ആഹ്വാനം ചെയ്തു. അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത്. മേഖലയുടെ സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള സംഭാഷണങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും ഒമാൻ പറഞ്ഞു. UAE സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷത്തിന് ഓൺലൈനിൽ തുടക്കമായി. അബുദാബി, ഷാർജ, റാസൽ ഖൈമ തുടങ്ങിയ എമിറേറ്റുകളിലാണ് അധ്യയന വർഷം ഓൺലൈനിൽ ആരംഭിച്ചത്. ഫുജൈറ, ഉമുൽ ഖുവൈൻ സ്കൂളുകളിലും ഒരാഴ്ച മുൻപ് തന്നെ ക്ലാസുകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ദുബായ്, അജ്മാൻ എന്നിവിടങ്ങളിൽ ഏപ്രിൽ 6-നാണ് പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുക. ഏപ്രിൽ 6 മുതൽ നേരിട്ട് ക്ലാസുകൾ തുടങ്ങാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മിക്ക സ്കൂളുകളും. ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ പ്രതിരോധ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അലി അബ്ദുള്ള സാലിം അസബാഹ് സന്ദർശിച്ചു. പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി മന്ത്രി വിലയിരുത്തുകയും മെഡിക്കൽ സംഘത്തിൽ നിന്ന് വിശദീകരണം തേടുകയും ചെയ്തു. മികച്ച ചികിത്സ നൽകുന്നതിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം മന്ത്രി പ്രശംസിച്ചു. കുവൈത്തിലെ ആക്രമണത്തിൽ മരിച്ച ഇന്ത്യൻ തൊഴിലാളിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന സെൻട്രൽ മോർച്ചറി ഇന്ത്യൻ അംബാസിഡർ പരമിത ത്രിപതി സന്ദർശിച്ചു. മൃതദേഹം വേഗത്തിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി എംബസി അറിയിച്ചു. കുവൈറ്റ് അധികൃതരുമായി ഏകോപനം തുടരുന്നതായും വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി അംബാസിഡർ കൂടിക്കാഴ്ച നടത്തി. ജലശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇന്ത്യക്കാരനായ തൊഴിലാളി മരിച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വായ്പാ തിരിച്ചടവുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ച് ഖത്തർ സെൻട്രൽ ബാങ്ക്. 3 മാസത്തെ സാവകാശമാണ് തിരിച്ചടവിൽ ലഭിക്കുക. പണലഭ്യത ഉറപ്പാക്കി സാമ്പത്തിക സുസ്ഥിരത ഉറപ്പാക്കുകയാണ് ബാങ്കിന്റെ ലക്ഷ്യം. നിലവിലെ സാഹചര്യങ്ങൾ ബാധിച്ച കോർപ്പറേറ്റ് ഇടപാടുകാർക്ക് വായ്പാ പലിശ തിരിച്ചടവുകൾ 3 മാസത്തേക്ക് നീട്ടിവെക്കാനുള്ള സാവകാശമാണ് ഖത്തർ സെൻട്രൽ ബാങ്ക് അനുവദിച്ചത്. ബാങ്കുകളുടെ നയങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് ഇളവ് ലഭിക്കുക. കമ്പനികളുടെ പണലഭ്യത നിലനിർത്താനും ബിസിനസ് തടസ്സങ്ങളില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനും തീരുമാനം സഹായകരമാകുമെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ വിലയിരുത്തൽ. ഗ്രേസ് പീരിയഡിൽ ഏതെങ്കിലും തരത്തിലുള്ള അധിക നികുതിയോ ഫീയോ ഈടാക്കില്ല. ആഭ്യന്തര വിപണിയിൽ ഖത്തറി റിയാലിന്റെ ലഭ്യത ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് പരിധികളില്ലാത്ത റിപ്പോ സൗകര്യം നൽകുമെന്നും സെൻട്രൽ ബാങ്ക് അറിയിച്ചു. ബാങ്കുകളുടെ പക്കലുള്ള നിശ്ചിത സെക്യൂരിറ്റികൾക്ക് പകരമാകും ഈ സൗകര്യം. കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കേണ്ട ബാങ്കുകളുടെ കരുതൽ ധനാനുപാതം 4.5% നിന്ന് 3.5% കുറച്ചിട്ടുമുണ്ട്. ഇതുവഴി വിപണിയിൽ കൂടുതൽ പണം എത്തുമെന്നാണ് പ്രതീക്ഷ. വെല്ലുവിളികൾക്കിടയിലും രാജ്യത്തെ സാമ്പത്തിക മേഖല കരുത്തോടെ മുമ്പോട്ട് പോകുന്നതായി സെൻട്രൽ ബാങ്ക് വ്യക്തമാക്കി. പ്രാദേശിക അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് വരികയാണ് എന്നും ബാങ്ക് അറിയിച്ചു. മീഡിയ 1 ദോഹ.
യുദ്ധത്തിന്റെ ആശങ്ക വർദ്ധിക്കുന്നതിനിടെ ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനിയും ജോർദാൻ രാജാവും ജിദ്ദയിലെത്തി മടങ്ങി. സൗദി കിരീടാവകാശിയുമായി ഇരുവരും 1 മണിക്കൂറോളം സംസാരിച്ചു. ഇറാൻ യുദ്ധം, GCCയിലെ ആക്രമണം, പ്രശ്നപരിഹാരം എന്നിവ ചർച്ചയായി. ഇതിനിടെ റഷ്യയും GCC രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി സൗദി നേതൃത്വത്തിൽ ഓൺലൈനിൽ പ്രത്യേക യോഗവും ചേർന്നു. ഇതിനിടെ സൗദി തീരത്തോട് ചേർന്ന കപ്പലിന് നേരെ ആക്രമണ ശ്രമമുണ്ടായി. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഫ്താബ്, പറയൂ. ഇന്നിപ്പോൾ യുദ്ധത്തിൻ്റെ ഈ കെടുതികൾ അത് ഏറ്റവും അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. എന്ന് വെച്ചാൽ യുദ്ധം 1 മാസം പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം വേഗത്തിൽ പരിഹരിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ സാമ്പത്തിക രംഗത്ത് തന്നെ അത് വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞ ഒരു സമയം കൂടിയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ഖത്തർ അമീർ സൗദിയിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ജോർദാൻ രാജാവും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഒരുമിച്ചുള്ള ഒരു യോഗമാണ് ഇന്ന് സൗദിയിലെ ജിദ്ദയിൽ വെച്ച് നടന്നത്. ഈ യോഗത്തിൽ സ്വാഭാവികമായിട്ടും ഇറാൻ വിഷയം തന്നെയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട വിഷയം. ഒപ്പം ഇതുണ്ടാക്കുന്ന സാമ്പത്തിക ആഘാതം, ഈ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കുവാനുള്ള ചർച്ചകൾ എന്നിവ നടന്നതായാണ് ഖത്തർ അമീറും ഒപ്പം തന്നെ സൗദി പ്രസിഡൻസിയും എല്ലാം ഒരുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് ഗൾഫ് രാജ്യങ്ങളുടെ കാര്യമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതോടൊപ്പം ഇന്ന് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരന്റെ മേൽനോട്ടത്തിൽ മറ്റൊരു യോഗം കൂടി ഇന്ന് ചേർന്നിട്ടുണ്ട്. അത് GCC രാജ്യങ്ങളും ഒപ്പം അതിലേക്ക് റഷ്യക്കും ജോർദാനും പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന നിലവിലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആഘാതങ്ങൾ ലഘൂകരിക്കാൻ കഴിയുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ജോർദാന്റെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. ജോർദാന് ഇസ്രായേലുമായി ബന്ധമുള്ള രാജ്യം കൂടിയാണ്. ഒപ്പം ഖത്തറാണെങ്കിൽ നിലവിൽ ഇറാനുമായി നയതന്ത്ര ബന്ധത്തിനുള്ള ശ്രമം നിലനിർത്തുകയും ചെയ്യുന്നു. ആ നിലക്കാണ് ഈ 2 പേരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ജിദ്ദയിൽ വെച്ച് നടന്നത്. ഏതായിരുന്നാലും ഇതിന്റെ ഒരു പ്രതിഫലനങ്ങൾ വരും ദിനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേൽ തന്നെ ഇന്ന് അറിയിക്കുന്നത് യുദ്ധത്തിന്റെ ആക്രമണങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. US-നെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പെട്ടെന്ന് പരിഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ സമ്മർദ്ദവും അവർക്കുമേൽ വലിയ തോതിലുണ്ട്. ഏതായിരുന്നാലും വരും മണിക്കൂറുകളിലും ഒപ്പം വരും ദിനങ്ങളിലും ഇതുപോലെ നയതന്ത്ര നീക്കങ്ങൾ വലിയ തോതിൽ നടക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു ഗുണം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിനോട് ഇറാന്റെ പ്രതികരണമാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതുവരെ ഇറാന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗികമായ പ്രതികരണം എന്ന് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ വെടിനിർത്തലിലേക്കോ പോവുകയാണെങ്കിൽ ഇറാൻ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ട്. അതിന് മുന്നോടിയായി US മുന്നോട്ട് വെച്ച ആവശ്യങ്ങളുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ കൂടി സമ്മർദ്ദം അതിന് വലിയ തരത്തിൽ ഗുണം ചെയ്യും. പ്രത്യേകിച്ച് ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ കൂടി നടത്തിക്കൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ഊർജിതമാക്കുന്നത്. ശരി, അഫ്താബാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സർവീസുകൾ റദ്ദാക്കുന്നത് തുടർന്ന് സൗദി ബജറ്റ് എയർവേസ് ആയ ഫ്ലൈനാസ് വിവിധ നഗരങ്ങളിലേക്കുള്ള സർവീസുകളാണ് ഏപ്രിൽ 15 വരെ കമ്പനി നിർത്തിവെച്ചത്. ദുബായ്, അബുദാബി, ഷാർജ, ദോഹ, കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖ്, സിറിയ സർവീസുകൾ പുനരാരംഭിക്കുന്നത് വൈകും. മേഖലയിലെ നിലവിലെ സംഘർഷങ്ങളും വ്യോമപാതകൾ അടച്ചതും കണക്കിലെടുത്താണ് തീരുമാനം. നിലവിലെ മാറ്റങ്ങൾ അധികൃതരുമായി ചേർന്ന് നിരീക്ഷിച്ചു വരികയാണെന്നും പുതിയ വിവരങ്ങൾ ഔദ്യോഗിക ചാനലുകൾ വഴി യാത്രക്കാരെ അറിയിക്കുമെന്നും ഫ്ലൈനാസ് അധികൃതർ അറിയിച്ചു. UAE-യിൽ നാളെയും മറ്റന്നാളും വീണ്ടും മഴയ്ക്ക് സാധ്യത. രാജ്യത്തിന്റെ വടക്കൻ എമിറേറ്റുകളിലും കിഴക്കൻ മേഖലയിലും മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. UAE തീരത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായാണ് മഴ. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ രൂപപ്പെട്ട വെള്ളക്കെട്ട് ഒഴിയുന്നതിനിടെയാണ് വീണ്ടും മഴയെത്തുന്നത്. ഒമാനിൽ അസ്ഥിര കാലാവസ്ഥയെ തുടർന്നുണ്ടായ മിന്നൽ മഴയിലും പ്രളയത്തിലും റിപ്പോർട്ട് ചെയ്ത അപകടങ്ങളിലെല്ലാം അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തിയെന്ന ദേശീയ ദുരന്ത നിവാരണ സമിതി. റിപ്പോർട്ട് ചെയ്ത 269ഓളം അപകടങ്ങളിൽ നിന്ന് 504 പേരെ സുരക്ഷിതമായി മാറ്റിയെന്നും ദുരന്ത നിവാരണ സമിതി പറഞ്ഞു. നാളെ വൈകിട്ട് മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമുണ്ടാകുമെന്നും നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ അറിയിച്ചു. ന്യൂനമർദ്ദത്തിന്റെ ഫലമായി വിവിധ കൗണ്ടികളിൽ ഈ ദിവസങ്ങളിൽ 269ഓളം അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 504 പേരെ സുരക്ഷിതമായി മാറ്റിയെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മിന്നൽ പ്രളയത്തിലും വാദികളിലും അകപ്പെട്ട് 3 മലയാളികൾ ഉൾപ്പെടെ 12 പേർക്ക് ജീവൻ നഷ്ടമായി. റോയൽമാൻ പോലീസ് എയർവിംഗും റോയൽ എൻഫോഴ്സും ചേർന്ന് 64ഓളം വ്യോമ ദൗത്യങ്ങൾ നടത്തി.
കുടുങ്ങിക്കിടക്കുന്നവർക്ക് മരുന്നും ഭക്ഷണവും എത്തിക്കുന്നതിനും രോഗികളെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനും ഇത് സഹായകമായി. വിവിധ കവറേറ്റുകളിലുടനീളം 215 ഷെൽട്ടർ സെൻ്ററുകളാണ് ഒരുക്കിയത്. ഇതിൽ 64 കേന്ദ്രങ്ങൾ പൂർണ്ണ സജ്ജമായിരുന്നു. ആകെ 539 പേർക്ക് ഷെൽട്ടർ സേവനങ്ങൾ പ്രയോജനപ്പെട്ടു. സൂറിലെയും ജാലൻബാനിബാലിയിലെയും അണക്കെട്ടുകൾ 60% നിറഞ്ഞതിനെ തുടർന്ന് അധിക ജലം നിയന്ത്രിതമായി പുറത്തേക്ക് വിട്ടു. അതേസമയം നാളെ വൈകുന്നേരം മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ പുതിയ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെൻറ്റർ അറിയിക്കുന്നുണ്ട്. വിവിധ തീവ്രതയിലുള്ള മഴ, ഇടിമിന്നൽ, ശക്തമായ കാറ്റ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. മുസന്തം, ബുറൈമി, ദാഹിറ, വടക്കൻ ബാത്തിന, അൽവുസ്ത, ദോഫാർ കൗണ്ടികളിൽ ഭാഗികമായ മഴയ്ക്കും ഇടയ്ക്കിടെ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മഴയുടെ തീവ്രത കുറവായിരിക്കും. വാദികൾ മുറിച്ചു കടക്കരുതെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ഒമാൻ പോലീസ് അറിയിക്കുന്നുണ്ട്. മീഡിയ 1 മസ്കത്ത്. ദേശീയ സുരക്ഷയും തീവ്രവാദ കേസുകളും കൈകാര്യം ചെയ്യാൻ പ്രത്യേക പ്രോസിക്യൂഷൻ സ്ഥാപിക്കാൻ കുവൈറ്റ് തീരുമാനിച്ചു. അറ്റോർണി ജനറൽ സാദ് അൽ സഫ്രാന്റെ തീരുമാനപ്രകാരമാണ് പുതിയ പ്രോസിക്യൂഷൻ രൂപീകരിക്കുന്നത്. ദേശീയ സുരക്ഷ, ഭീകരത, കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള ഗുരുതര കുറ്റകൃത്യങ്ങൾ കോടതി കൈകാര്യം ചെയ്യും. നിയമ നടപടികളുടെ വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുകയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം. രാജ്യത്തിന്റെ സുരക്ഷയും നീതിപാലനവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. റോയൽ ഒമാൻ പോലീസിന്റെ വെബ്സൈറ്റ് അനുകരിച്ച് തട്ടിപ്പ് നടക്കുന്നതിൽ മുന്നറിയിപ്പുമായി ആരോപി. റോയൽ ഒമാൻ പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ വ്യാജം നിർമ്മിച്ചാണ് തട്ടിപ്പിനും ഡാറ്റ മോഷണത്തിനുമായി ഉപയോഗിക്കുന്നത്. വ്യാജ വെബ്സൈറ്റിൽ ലഭിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുതെന്നും വ്യക്തിഗത വിവരങ്ങൾ പങ്കിടരുതെന്നും ആരോപി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ലംഘനങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണമെന്നും പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സൗദി ദമാമിൽ ട്രാഫിക് സിഗ്നൽ ഒഴിവാക്കുന്ന നടപടി തുടരുന്നു. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പരിഷ്കാരം. പ്രധാന ജംഗ്ഷനുകളിലെ സിഗ്നലുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ ഒഴിവാക്കുക. സിഗ്നലുകൾക്ക് പകരം യു ടേൺ റൗണ്ടുകളും എബൌട്ടുകളും സ്ഥാപിച്ചാണ് പരിഷ്കരണം നടപ്പിലാക്കുക. ദമാം നഗരത്തിൽ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കൂടുതൽ സിഗ്നലുകൾ ഒഴിവാക്കുന്നു. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ട്രാഫിക് സിഗ്നലുകൾ ഒഴിവാക്കി പരീക്ഷണാടിസ്ഥാനത്തിൽ പുതിയ പരിഷ്കാരം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ദമാം മുനിസിപ്പാലിറ്റി. പ്രിൻസ് നായിഫ് റോഡും കിങ് അബ്ദുൽ റോഡും സംഗമിക്കുന്ന ജംഗ്ഷനിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കുക. പ്രവിശ്യ മുനിസിപ്പാലിറ്റിക്ക് കീഴിലാണ് പദ്ധതി. പുതിയ പരീക്ഷണം നഗരത്തിലെ ഗതാഗത പ്രവാഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സൂക്ഷ്മമായി നിരീക്ഷിക്കും. തുടർന്ന് നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നേരത്തെ സമാനമായ രീതിയിൽ ദമാമിലും അൽഖോബാറിലും നിരവധി സിഗ്നലുകൾ റദ്ദാക്കിയിരുന്നു. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം. ലോകമാകെയുള്ള ക്രൈസ്തവർക്കൊപ്പം ഒമാനിലെ വിശ്വാസികളും ഓശാന പെരുന്നാൾ ആഘോഷിച്ചു. മസ്കറ്റിലെ ഗാല ഹോളി സ്പിരിറ്റ് കാത്തലിക് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് മലങ്കര കത്തോലിക്ക വികാരി ഫാദർ വർഗീസ് വാലിക്കോടത്ത് നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ സമാധാനം പുലരട്ടെ എന്ന് ആശംസിച്ച വികാരി ഒമാനിലെ പ്രകൃതിക്ഷോഭത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നും ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ സെൻട്രൽ യൂണിറ്റ് കമ്മിറ്റികൾ നേതൃത്വം നൽകി. ഇന്ത്യയിലെ വിവിധ തുറമുഖങ്ങളിലേക്ക് കൂടുതൽ ചരക്ക് നീക്കത്തിന് സൗദിയിലെ ജിദ്ദ തുറമുഖം സർവീസുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ നവശിവ, മുന്ദ്ര തുറമുഖങ്ങളെ പുതിയ റൂട്ടിൽ ബന്ധിപ്പിക്കും. 10,000-ലേറെ കണ്ടെയ്നറുകൾ നീക്കങ്ങൾ പുതിയ സർവീസുകളുടെ ഭാഗമായി ഉണ്ടാകും. ജിദ്ദ ഇസ്ലാമിക് പോർട്ടിലേക്കാണ് പുതിയ സർവീസുകൾ ആരംഭിച്ചത് ആഗോള ഷിപ്പിംഗ് കമ്പനിയായ മായേഴ്സ്ക്കാണ്. പ്രാദേശിക അന്താരാഷ്ട്ര തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്ന 3 സർവീസുകളാണ് ആരംഭിച്ചത്. സൗദി പോർട്ട് അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. തുറമുഖങ്ങളെ ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റുക, മത്സരക്ഷമത വർദ്ധിപ്പിക്കുക, രാജ്യത്തെ ആഗോള സമുദ്ര വ്യാപാര ഹബ്ബാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. ഇന്ത്യയിലെ നവശിവ, മുന്ദ്ര തുറമുഖങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പുതിയ സർവീസുകൾ. ഒമാനിലെ സലാല തുറമുഖം, സൗദിയിലെ കിങ് അബ്ദുള്ള പോർട്ട് എന്നീ തുറമുഖങ്ങളെയും പുതിയ സർവീസ് ബന്ധിപ്പിക്കും. 14,400 സ്റ്റാൻഡേർഡ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാൻ ഈ സർവീസുകൾക്കാകും. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ് ജിദ്ദ ഇസ്ലാമിക് പോർട്ട്. പ്രതിവർഷം 13 കോടി ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷി തുറമുഖത്തിനുണ്ട്. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി അലുമിനിയം കടത്താൻ ശ്രമിച്ച കേസിൽ ഒരു ഇന്ത്യക്കാരനും പാകിസ്ഥാൻ പൗരനും പ്രതികൾ. ഇരുവരും ഹൈ ക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുകയാണ്. ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ പേപ്പർ വേസ്റ്റ് ആണെന്ന് തെറ്റായ രേഖകൾ ചമച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്ന അലുമിനിയം കടത്താനായിരുന്നു ഇരുവരുടെയും നീക്കം. ഏപ്രിൽ മുതൽ സൗദിയുടെ വിവിധയിടങ്ങളിൽ സാധാരണയിൽ കവിഞ്ഞ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ്. സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റേതാണ് അറിയിപ്പ്. കനത്ത മഴ സാധ്യത മുൻനിർത്തി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്.
അടുത്ത മാസം അഥവാ ഏപ്രിൽ മാസത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് അറിയിപ്പ്. ഇത്തവണ മിക്ക പ്രദേശങ്ങളിലും ശരാശരിയിലും കൂടുതൽ മഴ ലഭിക്കും. ജീസാൻ, അസീർ തുടങ്ങിയ തെക്കൻ മേഖലകളിൽ ലഭിക്കുക കനത്ത മഴയായിരിക്കും. മക്ക, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. മഴക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മക്ക പ്രവിശ്യയിലെ ത്വായിഫ്, മൈസാൻ തുടങ്ങിയ ഇടങ്ങളിൽ നേരിയ തോതിലുള്ള മഴയും പൊടിക്കാറ്റുമുണ്ടാകും. റിയാദ് മേഖലയിലെ വാദി ദവാസിർ, അൽ അഫ്ലജ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ശക്തമായ മഴക്കും ആലിപ്പഴ വർഷത്തിനും സാധ്യതയുണ്ട്. കിഴക്കൻ പ്രവിശ്യ, തബൂക്ക്, അൽ ജൗഫ്, മദീന തുടങ്ങിയ ഇടങ്ങളിലും ശക്തമായ കാറ്റും മഴയും അനുഭവപ്പെട്ടേക്കാം. അടുത്ത വ്യാഴാഴ്ച വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കാലാവസ്ഥ തുടരുമെന്നാണ് അറിയിപ്പ്. ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു. താഴ്ന്ന പ്രദേശങ്ങൾ, വാദികൾ, വെള്ളക്കെട്ടുകൾ എന്നിവയിൽ നിന്ന് വിട്ടുനിൽക്കണം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മലവെള്ളപ്പാച്ചിലിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഓൺലൈനിൽ പ്രവാസികളുടെ പിന്തുണ തേടി സ്ഥാനാർത്ഥികൾ. കൊടുങ്ങല്ലൂരിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് OJ ജനീഷ് പ്രവാസികൾക്കൊപ്പം എന്ന പേരിൽ പ്രവാസികളുമായി സംവദിച്ചു. 6 ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള 100ഓളം ഇൻകാസ്, OICC, KMCC പ്രവർത്തകർ പങ്കെടുത്തു. നാദാപുരത്തെ UDF വിജയത്തിനായി ദുബായിൽ KMCC സംഘടിപ്പിച്ച കൺവെൻഷനിൽ സ്ഥാനാർത്ഥി KM അഭിജിത്ത് പ്രവാസികളുമായി സംവദിച്ചു. മഹാവീർ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അവധിയായിരിക്കുമെന്ന് എംബസി അറിയിച്ചു. എന്നാൽ എംബസിയിലെ അടിയന്തര സേവനങ്ങൾ ലഭ്യമാകും. എല്ലാ കോൺസുലർ ആപ്ലിക്കേഷൻ കേന്ദ്രങ്ങളും തുറന്നു പ്രവർത്തിക്കും. നിലവിലെ സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തര ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ തുടരുമെന്നും എംബസി അറിയിച്ചു. അടിയന്തര സഹായത്തിനായി മൊബൈൽ, വാട്സാപ്പ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാം. കിഴക്കൻ സൗദിയിലെ മുൻനിര ഇന്ത്യൻ സ്കൂളുകളിലൊന്നായ മദാരിസ് ഇന്റർനാഷണൽ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നടപടികൾക്ക് തുടക്കമായി. കിൻഡർഗാർട്ടൻ മുതൽ 6ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. മികച്ച പഠന സൗകര്യങ്ങളും അക്കാദമിക രംഗത്തെ മികവും സ്കൂളിന്റെ പ്രത്യേകതകളാണ്. അൽക്കോബർ ദഹ്റാനിൽ പ്രവർത്തിക്കുന്ന മദാരിസ് ഇന്റർനാഷണൽ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ നടപടികൾക്ക് തുടക്കമായി. കിൻഡർഗാർട്ടൻ തലം മുതൽ 6ാം തരം വരെയുള്ള ക്ലാസുകളിലേക്കാണ് അഡ്മിഷൻ. മികച്ച പഠന സൗകര്യങ്ങളൊരുക്കിയും അക്കാദമിക് മികവ് പുലർത്തിയും പ്രവർത്തനം ആരംഭിച്ച സ്കൂൾ ഇതിനകം രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ ആണെങ്കിൽ 25 വർഷത്തോളം ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള വലിയ സ്കൂളുകളിലൊക്കെ, വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള പ്രിൻസിപ്പളാണുള്ളത്. അതുപോലെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സും ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മേഖലയിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ വിഷൻസ് അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ അധ്യാപകർ, നൂതന സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയുള്ള പഠനരീതി, അക്കാദമിക്, കല, കായിക പരിശീലനങ്ങൾക്കുള്ള അവസരം എന്നിവ സ്കൂളിൻ്റെ പ്രത്യേകതകളാണ്. The first and foremost, of course, to start with the state-of-the-art infrastructure and the excellent education, and definitely the value in everything we do. We emphasize values, not just the all-round development of the child, but the complete child. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ സ്വയം തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കുവാനുള്ള അവസരങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. This might be a new unit, but our team is loaded with a lot of experience, and they have a collective experience not only with academics but in all other fields too. We ensure that the concepts which we teach the children are deeply instilled in them. That is our ultimate aim. CBSE കരിക്കുലം അടിസ്ഥാനമാക്കിയുള്ള പഠനരീതിക്കൊപ്പം സംഗീത, കലാ, കായിക, ശാസ്ത്ര പരിശീലനങ്ങളും സ്കൂളിൽ നടന്നുവരുന്നു. സ്കൂളിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ സ്കൂൾ വെബ്സൈറ്റായ madarisSchool.com മുഖേനയോ ദഹ്റാനിലെ സ്കൂൾ ഓഫീസ് മുഖേനയോ ബന്ധപ്പെടാവുന്നതാണെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു. മീഡിയ 1, ദമ്മാം.
സൗദിയിൽ ജിംനേഷ്യം കേന്ദ്രീകരിച്ച് ഭാരം കുറയ്ക്കാനുള്ള സുരക്ഷിതമല്ലാത്ത മരുന്നുകൾ വിറ്റതിന് പ്രവാസികളായ ജിം ട്രെയിനർമാരെ അറസ്റ്റ് ചെയ്തു. റിയാദ് കേന്ദ്രീകരിച്ച് സോഷ്യൽ മീഡിയ വഴിയായിരുന്നു ഇടപാടുകൾ. ആരോഗ്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം വലയിലായത്. റിയാദിലെ സ്പോർട്സ് ക്ലബ്ബുകളും ജിമ്മുകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇടപാടുകൾ. ഭാരം കുറക്കാനുള്ള മരുന്നുകളും ഹോർമോൺ ഉൽപ്പന്നങ്ങളുമായിരുന്നു വിൽപ്പന. ശാസ്ത്രീയമായി അംഗീകരിക്കാത്തതും തെറ്റായ അവകാശവാദങ്ങളുമായി സോഷ്യൽ മീഡിയകൾ വഴിയായിരുന്നു കച്ചവടം. പ്രവാസികളായ അറബ് സ്വദേശികളാണ് പിടിയിലായത്. സൗദി ആരോഗ്യ മന്ത്രാലയം, ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി തുടങ്ങിയവയുടെ പരിശോധനയിലായിരുന്നു കണ്ടെത്തൽ. പിടിക്കപ്പെട്ടവർക്കെതിരെ തടവും പിഴയും ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികളായിരിക്കും സ്വീകരിക്കുക. സോഷ്യൽ മീഡിയ വഴിയുള്ള ഇവരുടെ ഇടപാടുകൾ മന്ത്രാലയം നിരീക്ഷിച്ചു വരികയായിരുന്നു. തുടർന്ന് നടത്തിയ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ് സംഘം വലയിലാകുന്നത്. പിടികൂടിയത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുകളാണ്. നിലവിൽ ക്ലിനിക്കൽ ട്രയലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന റെറ്റാട്രൂട്ടൈഡ് പോലുള്ള മരുന്നുകളും ഹോർമോൺ സബ്സ്റ്റൻസുകളും കണ്ടെത്തിയിരുന്നു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു മരുന്നുകൾ സൂക്ഷിച്ചിരുന്നത്. ജിമ്മുകളിൽ എത്തുന്നവർ ഇത്തരം വ്യാജോൽപ്പന്നങ്ങളുടെ ചതിക്കുഴിയിൽ വീഴരുതെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു. പിടിയിലായവരിൽ നിന്ന് മരുന്ന് വാങ്ങിയവരെ മന്ത്രാലയം നേരിട്ട് ബന്ധപ്പെട്ട് അപകട സാധ്യതകൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കരുതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. വിശാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ദോഹയിലെ പ്രശസ്തമായ മതാഫ് അറബ് മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് താൽക്കാലികമായി അടച്ചു. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ അടച്ചിടുമെന്നാണ് അറിയിപ്പ്. മ്യൂസിയത്തിലെ കലാശേഖരങ്ങൾ ഓൺലൈൻ വഴി ആസ്വദിക്കാമെന്നും അധികൃതർ അറിയിച്ചു. ഖത്തറിലെ ഏറ്റവും വലിയ സാംസ്കാരിക ആകർഷണങ്ങളിലൊന്നാണ് മതാഫ് മ്യൂസിയം. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ അൽഥാനിയുമായി ഫോണിൽ ചർച്ച നടത്തി UK വിദേശകാര്യ സെക്രട്ടറി യെവെറ്റ് കൂപ്പർ. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ നടന്ന അന്യായമായ ആക്രമണങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ഇരുവരും വിലയിരുത്തി. പ്രശ്നങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. സംഘർഷത്തിന് ശേഷം ഇത് 2ാം തവണയാണ് UK വിദേശകാര്യ സെക്രട്ടറി ഖത്തർ പ്രധാനമന്ത്രിയുമായി ആശയവിനിമയം നടത്തുന്നത്. കനത്ത മഴയെ തുടർന്ന് ഷാർജയിൽ പ്രഖ്യാപിച്ച സൗജന്യ പാർക്കിംഗ് ഇളവ് അവസാനിക്കുന്നു. നാളെ മുതൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുമെന്ന് ഷാർജ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ഈ മാസം 23 മുതലാണ് ഇളവ് പ്രഖ്യാപിച്ചത്. മിഡി സ്റ്റാർ അവസാനിക്കുകയാണ്. ശുഭരാത്രി.